അർവ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു യൂണിഫോമിൻ്റെ പാൻറ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് കാണിക്കാം. അതിനുവേണ്ടി ഈ പാൻറ്റിൻ്റെ അടിഭാഗം ആദ്യം നമ്മൾ മടക്കി തയ്ക്കുക. 1 ഇഞ്ച് മടക്കി തയ്ക്കുക. അതെങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കുക. ഇനി അടുത്ത പീസും ഇതേപോലെ മടക്കി തയ്ക്കുക. ഇനി ഇതിൻ്റെ അരഭാഗം ഉണ്ടോ, ഈ ക്രോച്ചേരി എങ്ങനെ ജോയിൻ ചെയ്യണം. അതിനുവേണ്ടി ഇതിൻ്റെ നല്ല ഭാഗം ഇതിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ ഇവിടെ തയ്ക്കാതെ ഇത് പ്രസ് അടി കൊടുക്കാതെ അങ്ങനെ വിട്ടാൽ ഇത് നമ്മൾ ലോക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ലോക്ക് ചെയ്യാത്ത രൂപത്തിൽ എങ്ങനെയാണ് ഇത് അടിക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുത്തു. ഇനി ഇതിങ്ങനെ നിവർത്തി വെക്കുക. ലോക്ക് ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ പറയും ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ കുത്തുകയാണ് അരഭാഗത്ത് നിന്ന്. അപ്പോൾ ആ കുത്തലില്ലാതാക്കാൻ എന്താ ചെയ്യുക നോക്കാം നമുക്ക്. നമ്മൾ തുമ്പ് കാണാത്ത രൂപത്തിലാണ് ഇനി തയ്ക്കാൻ പോകുന്നത്. ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ, ഉണ്ടോ, ഈ സ്റ്റിച്ച് ചെയ്ത ഈ ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഉണ്ടോ, ഇതിങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ഒരു അടി കൊടുക്കുക. അപ്പോൾ ഈ തുമ്പ് ഇവിടെ കാണും ചെയ്യൂല, അരഭാഗത്തുള്ള കുത്തൽ ഒഴിവാക്കും ചെയ്യാം. ഇത് നമുക്കും ലാഭമാണ്. ഇതുപോലെ മറ്റേ പീസും തയ്ച്ചെടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ അരഭാഗം 2 ഭാഗവും തുമ്പ് ഉള്ളിൽ പോയിട്ടുണ്ട്. ഉണ്ടോ, നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട്. ഇനി ഈ അരഭാഗം നമ്മൾ അലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് മടക്കി തയ്ക്കണം. അതിന് വേണ്ടി ഇങ്ങനെ മടക്കുക. 1 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് അപ്പോൾ ഞാൻ അതിനിടാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള മടക്ക് നമ്മളിങ്ങനെ മടക്കി തയ്ക്കുക. ഇതിപ്പോൾ നമ്മൾ അരഭാഗം മുഴുവനായിട്ട് മടക്കി തയ്ച്ചു. ഇവിടെ അലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടെ നമ്മൾ അലാസ്റ്റിക് കോർത്തെടുക്കണം. അപ്പോൾ ആ അലാസ്റ്റിക്കിൻ്റെ അളവ് എത്രയെന്ന് ചോദിച്ചാൽ ഈ അരവണ്ണത്തിൻ്റെ നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുത്ത അരവണ്ണത്തിൽ നിന്നും 5 ഇഞ്ച് കുറച്ചിട്ടാണ് അലാസ്റ്റിക് എടുക്കുക. അപ്പോൾ ഇതിന്ന് ഈ അരവണ്ണത്തിന് 5 ഇഞ്ച് കുറച്ചിട്ട് ഞാനിവിടെ 19 ഇഞ്ച് അലാസ്റ്റിക്കാണ് എടുക്കുക. ഇനി ഈ ക്യാപ്പിലൂടെ ഇതിങ്ങനെ കോർത്തെടുക്കുക. പിന്നെ കുത്തിയിട്ട് ഇങ്ങനെ കോർത്തെടുക്കുക. ഇനി ഇവിടെ നമ്മൾ അലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടൊരു ക്യാപ്പ് ഇട്ടില്ല. ആ ക്യാപ്പ് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. ഇനി അലാസ്റ്റിക് നമ്മൾ ഒരുപോലെ ഇങ്ങനെ ആക്കുക. ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ഈ സ്റ്റിച്ച് വരുന്ന ഭാഗം ഇതിൻ്റെ ഈ സ്റ്റിച്ച് വരുന്ന ഭാഗം ഒരുപോലെ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഈ അളവും കറക്റ്റായിരിക്കണം ഇവിടെ നിന്നിട്ടുള്ള. അങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ മേലെക്കൂടെ ഒരു അടി കൊടുക്കുക. ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അടിക്കുക. ഇങ്ങനെ വലിച്ച് പിടിക്കുക. ഇത് ഇലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ ഒരു അടി കൊടുക്കുക. ഉണ്ടോ, പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞു.
ഇനി അടിഭാഗം ഒരു 6 ഇഞ്ചിൽ ഇങ്ങനെ അടയാളിട്ടിട്ട് നമ്മൾ സൈഡ് ജോയിൻ ചെയ്ത് വെക്കുക. ഇനി ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഇവിടെ ഇതേപോലെ അടയാളിട്ട് കൊടുക്കുക. ആ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ തയ്ച്ച് കൊടുക്കുക. ഇപ്പോൾ യൂണിഫോമിൻ്റെ പാൻറ്റ് ഇവിടെ റെഡിയായി കണ്ടോ. പാൻറ്റ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം നല്ല ഫിനിഷിങ്ങായി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ലോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉള്ളിൽ വരില്ല. ഉൾഭാഗവും പുറം ഭാഗവും ഒരേപോലെ. ഇതിന്മേൽ തുമ്പൊന്നും കാണുന്നില്ല ഉണ്ടോ. ഇതുപോലെ നമ്മൾ ലെങ്ത്തിനോട് കൂടെ 4 ഇഞ്ച് കൂട്ടിയിട്ട് ലെങ്ത്ത് എടുക്കുമ്പോൾ നമ്മളെ ലെങ്ത്ത് കറക്റ്റായിരിക്കും. ഇതുണ്ടോ 28 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. സ്റ്റിച്ചിങ്ങൊക്കെ കഴിയുമ്പോൾ കറക്റ്റ് അളവായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതുവരേക്കും അസ്സലാമു അലൈക്കും.